ഹലോ, വെൽക്കം ബാക്ക്. ഞാൻ അൽഹസൻ. അപ്പോൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിന്റെ തുടർച്ചയായിട്ടാണ് ഈ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ ഗ്യാസ് കട്ടിങ്ങിനെക്കുറിച്ചും അതിന്റെ എക്യുപ്മെന്റ്സുകളെക്കുറിച്ചും അങ്ങനെയുള്ള പ്രധാനപ്പെട്ട പല വിഷയങ്ങളെയും ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമുക്കറിയുന്നത് പോലെ തന്നെ ഒരു ഗ്യാസ് കട്ടിങ് ആകുമ്പോഴത്തേക്കിനും നേരത്തെ വെൽഡിങ്ങിന് പറയുന്നത് പോലെ തന്നെ ഇവിടെയും ഗ്യാസ് കട്ടിങ്ങിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴും കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ? അതായത് പ്രശ്നങ്ങളെന്ന് പറയുമ്പോഴത്തേക്കിനും കുറച്ച് ഫോൾട്ടുകൾ ഉണ്ടാവാറുണ്ട്. നമ്മൾ കട്ട് ചെയ്യുന്ന ചില പ്രോസസ്സുകൾക്ക് അനുസരിച്ച് അല്ലെങ്കിൽ കട്ടിംഗ് രീതികൾക്ക് അനുസരിച്ചുകൊണ്ട് കോമൺ ആയിട്ട് ചില ഡിഫക്റ്റുകൾ ഉണ്ടാവും. അതിനെയൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഈ വീഡിയോയിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മലയാളത്തിലുള്ള വലിയ രീതിയിലുള്ള എക്സ്പ്ലനേഷൻ കണ്ടിന്യൂ ചെയ്യുന്നില്ല. മറിച്ച് ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഈ ഒരു ടോപ്പിക്ക് ജസ്റ്റ് ഞാനിന്ന് പറഞ്ഞു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിൽ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസ് ആ രീതിയിൽ തന്നെ നിങ്ങൾ കണ്ടിരിക്കണം. പെയ്ഡ് ഗ്രൂപ്പിൽ ഇല്ലാത്തവർ ജോയിൻ ചെയ്യുക. 200 രൂപയാണ് ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ദെൻ അതിനുശേഷം ഒരിക്കൽ കൂടി എന്ത് ചെയ്യുക, ഇതൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങളിലേക്ക് ഒന്ന് മനസ്സിലാകും. അപ്പം അതല്ലാതെ ഞാൻ ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുമെന്നുള്ള രീതിയിൽ ഒരു ഐഡിയയും കാര്യങ്ങളും കിട്ടാനുള്ള ചാൻസസ് കുറവാണ്. അപ്പോൾ ഈ ഫിഗർസ് ഒന്ന് ജസ്റ്റ് നോക്കുക, ഇംഗ്ലീഷ് ഒന്ന് വായിക്കുക, then ആ ക്വസ്റ്റ്യൻ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. ആ ക്വസ്റ്റ്യൻസിലാണ് മെയിൻ ആയിട്ട് ഇതിന്റെ കാര്യങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ ഒന്ന് വായിക്കാം. അപ്പം ആദ്യം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അനലൈസിസ് ഓഫ് കട്ടിങ്, അതായത് ഇപ്പോൾ കട്ടിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. അനലൈസ് എന്ന് പറഞ്ഞാൽ ഒരു വിശദീകരണം എന്നുള്ള അർത്ഥമാണ്. അതുപോലെ തന്നെ അതിന്റെ സവിശേഷതകളെ കുറിച്ചിട്ടും ഇവിടെ ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നുണ്ട്. ഇവിടെ പല സർഫസുകൾ കൊടുത്തിരിക്കുന്നു. സ്റ്റഡി ആയിട്ടുള്ള, റെഗുലർ, ഇറഗുലർ, അതിന് വെരി അൺസ്റ്റഡി ആയിട്ടുള്ളത്, ഡിസ്റ്റൻസ് ഫ്രം നോസിൽ ടു ഗ്രേറ്റ്, ടു ഫാസ്റ്റ്, ഓക്സിജൻ പ്രഷർ ടു ലോ, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന പല റെമഡീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ അനലൈസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു അനലൈസ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ റെഫറിംഗ് ടു ദ കട്ടിംഗ് ഫേസ്, കട്ടിംഗ് ഫേസിന്റെയും അതുപോലെ തന്നെ ദ ഫോർമേഷൻ ഓഫ് കട്ട് ദി സർഫസ്, ആ ഒരു സർഫസിലെ കട്ടിംഗ് ഫോർമേഷനെയൊക്കെ റെഫർ ചെയ്തുകൊണ്ടുള്ള ഒരു അനലൈസിസ് ആണ് എന്താണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പം ഫിഗർ നമ്പർ 11 എന്ത് ചെയ്തിരിക്കുന്നു, ആ ഒരു അനലൈസിസ് എന്ത് ചെയ്തിരിക്കുന്നു, അങ്ങനെ കാണിച്ചിരിക്കുന്നത് പോലെ നമുക്ക് ചിത്രം 11 കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ഇതിനെ എന്ത് ചെയ്യാൻ സാധിക്കും, വിശകലനം ചെയ്യാനായിട്ട്, അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാകുന്ന കുറച്ച് ഫോൾട്ടുകൾ എന്ന് പറയുന്നത്, കോമൺ ഫോൾട്ട് എന്ന് പറയുന്നത് എന്താണ്, ടിപ്പ് ഈസ് ടു ഹൈ ഓഫ് ദ സ്റ്റീൽ. ടിപ്പ് ഈസ് ടു ഹൈ ഓഫ് ദ സ്റ്റീൽ, അതായത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു വെൽഡിംഗ് ടിപ്പ് എന്ന് പറയുന്നത്, ടോർച്ച് ടിപ്പ് എന്ന് പറയുന്നത് ആ ഒരു സ്റ്റീലിൽ നിന്നും വളരെ ഹൈ ആവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, വളരെ ഹൈ ആയിട്ട് ഇരുന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കട്ടിങ് ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ, സോ അത്തരത്തിൽ സംഭവിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫോൾട്ടുകൾ ഏതെന്നുള്ളതാണ്. അതെന്ന് പറയുമ്പം ദ ടോപ്പ് എഡ്ജ് ഈസ് ഹീറ്റഡ് ഓർ റൗണ്ടഡ്, ടോപ്പ് എഡ്ജ് ഹീറ്റഡ് ഓർ റൗണ്ടഡ്. അതുപോലെ തന്നെ കട്ട് ഫേസ് എന്ന് പറയുന്നത് ഇസ് നോട്ട് സ്മൂത്ത് ആണ്. ആൻഡ് ഓഫൻ ദ ഫേസ് ഈസ് സ്ലൈറ്റ്ലി ബിവൽഡ് വെയർ ഹീറ്റ് എഫക്റ്റീവ്നെസ് ഈസ് പാർഷ്യലി ലോസ്റ്റ് ടു ദ ടിപ്പ് ബീങ് ഈസ് ഹെൽഡ് സോ ഹൈ. ഓക്കെ, അപ്പൊ ടിപ്പ് എന്ത് ചെയ്തിരിക്കുന്നു, ഹൈ ആയിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതുപോലെ തന്നെ ദ കട്ടിംഗ് സ്പീഡ് മസ്റ്റ് ബി റെഡ്യൂസ്ഡ് ബിക്കോസ് ദ ഡേഞ്ചർ ഓഫ് ലോസിങ് ദ കട്ട്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്ത് പറയുന്നത്, ഇവിടെ പറയുന്നത് ടിപ്പ് ഈസ് ടു ഹൈ. ആ ഒരു ഫിഗർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീംലി സ്ലോ കട്ടിംഗ് സ്പീഡ് ആണെന്നുണ്ടെങ്കിൽ ഫിഗർ നമ്പർ 13 നോക്കുക. എക്സ്ട്രീംലി സ്ലോ കട്ടിംഗ് സ്പീഡ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ ഈ ഒരു പോയിന്റ് നോക്കുക, പ്രഷർ മാർക്ക് ഓൺ ദ കട്ട് ഫേസ് ഇൻഡിക്കേറ്റ് ടു മച്ച് ഓക്സിജൻ ഫോർ ദ കട്ടിംഗ് കണ്ടീഷൻസ്. അപ്പൊ എന്താണ് ഇത്, ഇങ്ങനെ ചോദിച്ചാലോ, പ്രഷർ മാർക്ക് ഓൺ ദ കട്ട് ഫേസ് ഇൻഡിക്കേറ്റ്. അപ്പൊ കട്ട് ഫേസിലുള്ള പ്രഷർ മാർക്ക് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു മച്ച് ഓക്സിജൻ ഫോർ ദ കട്ടിംഗ് കണ്ടീഷൻ ആണ്. അത് നോക്കുക, എയ്തർ ദ ടിപ്പ് ഈസ് ടു ബിഗ്. അപ്പം ഒന്നുകിൽ എന്താണ്, ടിപ്പ് എന്ന് പറയുന്നത് വളരെ എന്താണ് ടു ബിഗ്, അല്ലെങ്കിൽ കട്ടിംഗ് ഓക്സിജൻ പ്രഷർ എന്ന് പറയുന്നത് ടു ഹൈ, അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത് വളരെയധികം സ്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്, റൗണ്ടഡ് ഓർ ബീഡഡ് ടോപ്പ് എഡ്ജ്. റൗണ്ടഡ് അല്ലെങ്കിൽ ബീഡഡ് ടോപ്പ് എഡ്ജ് ആണ്. അവിടെ നോക്കുക, എഡ്ജസ് എന്താണ് റൗണ്ടഡ് എന്ന് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. അപ്പം അത്തരത്തിലാണ് അവിടെ എന്ത് ചെയ്തെന്നത് പറയുന്നത്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പോയിന്റ് എന്താണ്, on reducing the cutting oxygen volume to the correct proportion for the thickness of the cut, the pressure mark will recede toward the bottom edge until they finally disappear. So അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡെഫക്റ്റ് ആയിട്ട് പറയുന്നത് ടു ക്ലോസ് ടു ദ സ്റ്റീൽ. അപ്പൊ നേരത്തെ എന്ത് ചെയ്തിരിക്കുന്നു, ടിപ്പ് നേരത്തെ പറഞ്ഞത് ടിപ്പ് ടു ഹൈ ഓഫ് ദ സ്റ്റീൽ, സ്റ്റീലിൽ നിന്ന് വളരെ ഹൈ ആയിട്ടിരിക്കുന്ന സമയത്താണ്. ഇനി ടിപ്പ് ടു ക്ലോസ് ടു ദ സ്റ്റീൽ, സ്റ്റീലിനോട് വളരെ ക്ലോസ് ആയിരിക്കുന്ന സമയത്ത് ദ കട്ട് ഷോ ഗ്രൂസ് ആൻഡ് ഡീപ് ഡ്രാഗ്ലൻസ്. അപ്പൊ കട്ടിനകത്ത് എന്തുണ്ടായിരിക്കും, ഗ്രൂസ്, ഡീപ് ഡ്രാഗ്ലൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഷോ ആയിരിക്കുന്നു. അതുപോലെ കോസ്ഡ് ആൻഡ് അൺസ്റ്റേബിൾ കട്ടിംഗ് ആക്ഷൻ. ഓക്കെ, അതുമൂലം കോസ്ഡ് അൺസ്റ്റേബിൾ കട്ടിംഗ് ആക്ഷൻസ്. ഓക്കെ, കട്ടിംഗ് ആക്ഷന്റെ അൺസ്റ്റേബിൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിരിക്കുന്നു, കാരണം അവിടെ കട്ട് ഇതിനകത്ത് ഷോസ്, ഗ്രൂവ്സും ഡ്രിപ്പ് ഡ്രാഗ് ലൈൻസും ഒക്കെ കാണാനായിട്ട് പറ്റും. ദെൻ അതുപോലെ തന്നെ
part of the preheat cones bend inside the curve where a normal gas expansion affect oxygen cutting stream. ഓക്കെ, ഫിഗറും കാര്യങ്ങളും ഇവിടെ കൊടുത്തിരിക്കുന്നു. ഫിഗർ നമ്പർ 15 കാണിച്ചിരിക്കുന്നത് ടു മച്ച് കട്ടിംഗ് ഓക്സിജൻ, വളരെ കൂടിയ കട്ടിംഗ് ഓക്സിജൻ ആണെന്നുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് ഇവിടെ കാണിച്ചിരിക്കുന്നു. അതായത് ടു കട്ട് ദ കട്ട് ഷോസ് പ്രഷർ മാർക്ക് കോസ്ഡ് ബൈ ടു മച്ച് കട്ടിംഗ് ഓക്സിജൻ. ടു മച്ച് കട്ടിംഗ് ഓക്സിജൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ എന്ത് ചെയ്യാം, പ്രഷർ മാർക്കുകൾ കട്ടിൽ കാണാനായിട്ട് കഴിയും. When more oxygen is supplied than can be consumed in oxidation, the remainder flow around the slag creation gauges or pressure mark എന്നതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ഫിഗർ നമ്പർ 16 ടു മച്ച് പ്രീഹീറ്റിംഗ്. ടു മച്ച് വളരെ കൂടിയ പ്രീഹീറ്റിംഗ് ആണെന്നുണ്ടെങ്കിലോ ദ കട്ട് ഷോസ് എ റൗണ്ടഡ് ടോപ്പ് എഡ്ജ് കോസ് ടു മച്ച് പ്രീഹീറ്റ്. ടു മച്ച് പ്രീഹീറ്റ് ആകുമ്പോഴത്തേക്കിനും എന്താണ് റൗണ്ടഡ് ഇവിടെ കാണിച്ചിട്ടുണ്ടോ, ഈ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ആ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ എന്തുണ്ടാവും, ഒരു റൗണ്ടഡ് ടോപ്പ് എഡ്ജ് കാര്യങ്ങളൊക്കെ വരും. എക്സസ് പ്രീഹീറ്റിംഗ് ഡൂസ് നോട്ട് ഇൻക്രീസ് ദ കട്ടിംഗ് സ്പീഡ്, ഓൺലി വേസ്റ്റ് ഗ്യാസസ്. എക്സസ് പ്രീഹീറ്റിംഗ് എന്ന് പറയുന്നത് നോട്ട് ഇൻക്രീസ് കട്ടിംഗ് സ്പീഡ്, ഡൂസ് നോട്ട് ഇൻക്രീസ് ദ കട്ടിംഗ് സ്പീഡ്, അവിടെ എന്താണ് ഗ്യാസസ് വേസ്റ്റ് ആണ്, ഗ്യാസ് വേസ്റ്റ് മാത്രമാണ് മിച്ചം എന്ന് പറയുന്നത്. അടുത്ത 17 എന്ന് പറയുന്നത് പുവർ ക്വാളിറ്റി ബിവൽ കട്ട്. പുവർ ക്വാളിറ്റിയിലുള്ള ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത ബിവൽ കട്ട് ആണെന്നുണ്ടെങ്കിലോ ദ മോസ്റ്റ് കോമൺ ഫോൾട്ട് ആണ് അതുമൂലം ഉണ്ടാകുന്ന ഗേജിങ് കോസ് ബൈ എക്സസീവ് സ്പീഡ് ഓർ ഇൻഎഡ്യൂക്കേറ്റ് പ്രീഹീറ്റ് ഫ്ലെയിംസ്. അപ്പോൾ ഇൻഎഡ്യൂക്കേറ്റ് ആയിട്ടുള്ള അനിയന്ത്രണമായിട്ടുള്ള പ്രീഹീറ്റ് ഫ്ലെയിംസും അതുപോലെ തന്നെ എക്സസീവ് സ്പീഡ് കാരണമൊക്കെയുള്ള ഒരു പ്രധാനമായിട്ട് ഫോൾട്ടുകളാണ് അതെന്ന് പറയുന്നത്. കോമൺ ഫോൾട്ടുകളാണ് ഈ പറയുന്ന ഗേജിങ് എന്നൊക്കെ പറയുന്നത്. സോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നുണ്ടാവുക. അതായത് എന്ത് കാരണം ഈ ഒരു അതായത് പുവർ ക്വാളിറ്റി ബിവൽ കട്ട്. അപ്പം ചോദ്യം വരുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ എക്സസീവ് സ്പീഡ് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ് പ്രീഹീറ്റ് ഫ്ലെയിംസ് കാരണം അങ്ങനെ ഓരോരോ കോസസ് കാരണം ഉണ്ടാകുന്ന ഫോൾട്ട് എന്താണെന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഉത്തരം ഗേജിങ്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരും. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക തന്നെ വേണം കേട്ടോ. അപ്പോൾ അനദർ ഫോൾട്ട് ഈസ് റൗണ്ടഡ് ടോപ്പ് എഡ്ജ് കോസ്ഡ് ബൈ ടു മച്ച് പ്രീഹീറ്റ് ഇൻഡിക്കേറ്റിംഗ് എക്സസീവ് ഗ്യാസ് കൺസംഷൻ. അപ്പോൾ അടുത്ത ഇവിടെ ഫിഗർ നമ്പർ 17 അത് കാണിച്ചിട്ടുണ്ട്. ഇനി 18 സ്ലൈറ്റ്ലി ടു ഫാസ്റ്റ് കട്ടിംഗ് സ്പീഡ്. കുറച്ചധികം ഫാസ്റ്റ് ആയിട്ടുള്ള കട്ടിംഗ് സ്പീഡ് ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ഡിഫക്റ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദ ഡ്രാഗ് ലൈൻസ് ഓൺ ദിസ് കട്ട് ഇൻക്ലൈൻഡ് ബാക്ക്വേർഡ് ബട്ട് ഡ്രോപ്പ് കട്ട് സ്റ്റിൽ അറ്റൈൻഡ്. ദ ടോപ്പ് എഡ്ജ് ഈസ് ഗുഡ്, ദ കട്ട് ഫേസ് ഈസ് സ്മൂത്ത് ആൻഡ് സ്ലാഗ് ഫ്രീ, ദ ക്വാളിറ്റി ഈസ് സാറ്റിസ്ഫാക്ടറി ഫോർ മോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ദെൻ ഫിഗർ നമ്പർ 19 കാണിച്ചിരിക്കുന്നത് എന്താണ്, സ്ലൈറ്റ്ലി ടു സ്ലോ കട്ടിംഗ് സ്പീഡ്. സ്ലൈറ്റ്ലി ടു സ്ലോ കട്ടിംഗ് സ്പീഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഡിഫക്റ്റ് എന്ന് പറയുന്നത് the cut of high quality altering there is some surface roughness caused by vertical drag lines. The top edge is usually slightly beaded. The quality is generally acceptable but faster speed are more desirable because the labor cost for this cut is too high എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കുറേയധികം കോസസ് ആണ്. ഇൻ എ ഗുഡ് കട്ട് ദ എഡ്ജസ് ആർ, അപ്പോൾ നല്ല കട്ടാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും. സോ ഫിഗർ നമ്പർ കറക്റ്റ് കട്ടാണെന്നുണ്ടെങ്കിൽ ഫിഗർ നമ്പർ 20 നോക്കുക. ഇൻ എ ഗുഡ് കട്ടാണെന്നുണ്ടെങ്കിൽ എഡ്ജസ് ആർ സ്ക്വയർ ആൻഡ് ദ ലൈൻസ് ഓഫ് കട്ട് ആർ വെർട്ടിക്കൽ. സോ ഇങ്ങനെയാണ് ഒരു ഗുഡ് കട്ടാണെന്നുണ്ടെങ്കിൽ ഉണ്ടാകേണ്ടത്. നമ്മൾ നേരത്തെ മുന്നേ പറഞ്ഞതിനകത്തൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യുക എന്ന് മാത്രമാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, വളരെ കൃത്യമായിട്ട് ഒരു നല്ല രീതിയിലുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അത് യൂസ്ഫുൾ ആകുമെന്ന് എനിക്ക് 100% നിങ്ങൾക്ക് ഉറപ്പ് തരാനായിട്ട് പറ്റും. ഓക്കെ, ഗ്യാസ് കട്ടിംഗ് ആപ്ലിക്കേഷൻസ് വീൽ കട്ട് ബൈ ഓക്സി അസെറ്റിലിൻ. അപ്പോൾ ഇതുകൂടി ഒന്ന് എന്ത് ചെയ്യുക, ഗ്യാസ് കട്ടിംഗ് ആപ്ലിക്കേഷൻസ് കൂടി ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, സോ ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു ഞാൻ കഴിഞ്ഞ ക്ലാസ്സസിലൂടെ ഇത് ഉൾപ്പെടുത്താതെ പ്രത്യേകം ഇട്ടതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇതൊരു ചെറിയ ടോപ്പിക്കാണ്, പക്ഷേ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിനകത്തുള്ള റെമഡീസും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഓരോ ക്ലാസ്സസിനെയും ബേസ് ചെയ്ത് ഒരു ദിവസത്തെ ഒരു ക്ലാസ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ആകെ ഇടുന്നത് 10 ക്വസ്റ്റ്യൻ മാത്രമാണ്. അപ്പോൾ ഞാൻ ഈ 10ഓളം പേജസ് ആണ് നമ്മുടെ ഇത് മൊത്തത്തിലുള്ളത്. അപ്പം ഞാൻ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരു 10 ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ച് ഇട്ട് കഴിഞ്ഞാലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് വേണ്ടത്ര രീതിയിൽ ഒരു പരിഗണന കിട്ടില്ല. അപ്പോൾ ഈ ടോപ്പിക്കിൽ നിന്ന് മാത്രമായിട്ട് ഒരു 10 ക്വസ്റ്റ്യൻസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകുമെന്ന് തോന്നി. മാത്രമല്ല നല്ല രീതിയിൽ തന്നെ ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ട് പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കി തന്നെ കൈകാര്യം ചെയ്യുക കേട്ടോ. ആ ക്വസ്റ്റ്യൻസിൻ്റെ അർത്ഥം കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുകൂടി ഒന്നുകൂടി വായിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഐ ഫിഗറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം നമ്മൾ ഓരോ ക്ലാസ്സിനെയും ബേസ് ചെയ്തുകൊണ്ടാണ് 10 ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്നത്. അപ്പം ഈ ഒരു ടോപ്പിക്കിനെ മാത്രം ബേസ് ചെയ്ത് 10 ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നി. അതാണ് കഴിഞ്ഞ പാർട്ടിലൂടെ എന്ത് ചെയ്യാതിരുന്നത്, ഈ ഒരു ടോപ്പിക്ക് ഉൾപ്പെടുത്താതിരുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. സോ എന്തായാലും ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എന്തായാലും നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.